ഇനി നമുക്ക് NDA പ്രതിനിധി ശ്രീ അഭിലാഷ് കൂടിയുണ്ട്. എന്താണ് ഇവിടെ നിങ്ങൾക്ക് ഒരു സ്വാധീനമൊക്കെ ഉള്ള മണ്ഡലം തന്നെയാണ്. എന്നാൽ ഈ തെരഞ്ഞെടുപ്പിൽ വരുമ്പോൾ ഇതൊരു എന്താ പറയുക, നിങ്ങളുടെ ഒരു സാന്നിധ്യം എങ്ങനെയാണ്, നിങ്ങളുടെ പോരാട്ടം എങ്ങനെയാണ് ഇവിടെ? ഞാൻ ആദ്യം തന്നെ സൂചിപ്പിക്കുന്നത് 6:30 തുടങ്ങേണ്ട പരിപാടിയാണ്. എത്താൻ വേണ്ടിയിട്ട് 10 മിനിറ്റ് ലേറ്റായി. ആ 10 മിനിറ്റ് ലേറ്റ് ആയത്, ഞാൻ ഈ നഗരസഭയിലെ ഒരു വാർഡ് കൗൺസിലറാണ്. ഞാൻ ഇങ്ങോട്ട് ഇറങ്ങുന്നതിന് തൊട്ട് മുമ്പ് ആദ്യത്തെ വിളി വരുന്നത് ഈ മണ്ഡലത്തിലെ ഈ മുനിസിപ്പാലിറ്റിക്കകത്തെ കുടിവെള്ള പദ്ധതിയുമായി കുടിവെള്ളവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയം പറഞ്ഞിട്ടാണ്. ഒരു വീട്ടിൽ നിന്ന് ഒരു വീട്ടമ്മ വിളിക്കുകയാണ്, ഇവിടെ കുടിവെള്ളം, അതായത് വേനൽക്കാലം തുടങ്ങി കുടിവെള്ളം കിട്ടാനില്ല എന്ന് പറഞ്ഞിട്ട് ഒരു വലിയ മഹത് പദ്ധതി ആരംഭിച്ചിട്ടുണ്ട്. ആ പദ്ധതി എങ്ങും എത്താതെ ചുവപ്പ് നാടയിൽ കുടുങ്ങിക്കിടക്കുകയാണ്. ഇടതുപക്ഷത്തിൻ്റെ ചുവപ്പ് നാടയിൽ കുടുങ്ങിക്കിടക്കുകയാണ്. ഉദ്ഘാടന മാമാങ്കം നടന്നുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള എല്ലാ നിയോജക മണ്ഡലങ്ങൾക്കകത്തും ഉദ്ഘാടന മാമാങ്കം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുതന്നെയാണ് താനൂർ നിയോജക മണ്ഡലത്തിലും കഴിഞ്ഞ 10 വർഷമായിട്ട് നടക്കാത്ത ഒരു പ്രവൃത്തിയും നടക്കാതിരിക്കുന്ന ഈ സ്ഥലത്ത് ഇന്ന് ഇലക്ഷൻ അടുപ്പിച്ച് നടക്കുന്ന ഉദ്ഘാടനങ്ങളല്ലാണ്ട് മറ്റൊന്നും വികസനം എന്നുള്ള രീതിയിൽ ഈ മണ്ഡലത്തിനകത്ത് നടന്നിട്ടില്ല എന്നുള്ളത് നമുക്ക് കഴിഞ്ഞ 10 വർഷത്തെ LDF ഭരണം നോക്കിയാൽ കാണാൻ വേണ്ടി പറ്റും. തൊട്ട് മുമ്പുണ്ടായിരുന്ന UDFന്റെ ഭരണം നോക്കിയാലും താനൂർ നിയോജക മണ്ഡലത്തിനകത്ത് പ്രധാനപ്പെട്ട ഒരു ടൗണാണ് താനൂർ ടൗൺ. ഈ ടൗണിനെ തന്നെ നിങ്ങളൊന്ന് നോക്കൂ. ഈ ടൗൺ എത്രയോ വർഷങ്ങൾ പഴക്കമുള്ള കെട്ടിടങ്ങളല്ലാണ്ട് ഈ ടൗണിനകത്ത് എന്ത് വികസനമാണ് ഈ പറയുന്ന LDFനും UDFനും ഈ കഴിഞ്ഞ 7 പതിറ്റാണ്ട് കാലമായിട്ട് നടപ്പിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്? നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും. നമ്മുടെ ചുറ്റുപാടിലും ഈ പൂരപ്പുഴ മുതൽ മൂച്ചിക്കൽ വരെയുള്ള ഭാഗം എടുത്ത് നോക്കുക, മറ്റുള്ള പഞ്ചായത്തുകളിലേക്ക് പോവുക, എന്ത് തരത്തിലുള്ള വികസനമാണ് ഇവർക്ക് നേട്ടം പറഞ്ഞ് കേമത്തം കാണിക്കാൻ വേണ്ടി പറ്റുന്ന എന്ത് വികസനമാണ് ഈ മണ്ഡലത്തിൽ? ഇനി ചോദ്യങ്ങളിലേക്ക് മുമ്പ് ചോദിക്കാത്ത ആളുകൾ ഇവിടെ അവിടെ ഒരു ചോദ്യം ചുരുക്കി ചോദിക്കണം, നമുക്ക് കുറച്ച് സമയമുള്ളൂ. ആരോടാണ്? അബ്ദുറഹ്മാൻ ഇവിടുന്ന് ഒളിച്ചോടി തന്നെയാണ്. കാരണം ഞങ്ങൾ 60 വർഷം ഭരിച്ചതിന് ശേഷം 2 പ്രാവശ്യം ഭരിച്ചപ്പോഴും ആദ്യം 5000 പിന്നെ 900 വോട്ടായി ഞങ്ങളത് കുറച്ച്. ഈ പ്രാവശ്യം തൂക്കിയെറിയുമെന്ന് കണ്ടിട്ട് വെളിയിലേക്ക് ഓടി രക്ഷപ്പെട്ടതാണ്. കഴിഞ്ഞിട്ടില്ല. ഒരു മിനിറ്റ് കൂടെ. അദ്ദേഹം ഇവിടുത്തെ കായിക മന്ത്രിയാണ്. ഇവിടുത്തെ കായിക മത്സരങ്ങൾ നടത്തുന്നത് തിരൂരാണ്. ആ തിരൂരിനെ രക്ഷപ്പെടുത്താൻ അദ്ദേഹം പോയിട്ടുള്ളത്. അവിടെ എല്ലാ സൗകര്യമുണ്ട്, അവിടെ ഒരു ആവശ്യമില്ല അദ്ദേഹത്തിൻ്റെ. ഇവിടുത്തെ കായിക മത്സരം അവിടെയാണ് നടത്തുന്നത്. ആ കായിക മന്ത്രിൻ്റെ മണ്ഡലത്തിൻ്റെ മത്സരം തിരൂരാണ് നടത്തുന്നത്. ആ മണ്ഡലത്തിൽ നിന്നാണ് അദ്ദേഹം രക്ഷപ്പെട്ട് ഓടിയിട്ടുള്ളത്. ശരി, ഇവരെ ഏറ്റവും വലിയ ഈ മുതലാളിക്ക് കീഴ്പ്പെടുന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ശൈല ടീച്ചറെ ആഗ്രഹിച്ച മണ്ഡലത്തിൽ മത്സരിപ്പിക്കാതെ മറ്റൊരു സുരക്ഷിതത്വമില്ലാത്ത മണ്ഡലത്തിലേക്ക് മാറ്റിയിട്ട് അബ്ദുറഹ്മാൻ വാശി പിടിച്ച മണ്ഡലത്തിലേക്ക് അബ്ദുറഹ്മാന് ഭയപ്പെട്ട CPM ആണ് പറയുന്നത് താനൂര് തൂക്കുമെന്ന്. ഈ ജനങ്ങൾ കാത്തിരിക്കുകയാണ്. 10 വർഷമായി ജനങ്ങൾ കാത്തിരിക്കുക. കാരണം പൊള്ളയായ വികസനങ്ങൾ ഒരു പ്രൊജക്റ്റ് ജനങ്ങൾക്ക് മുമ്പിൽ വെക്കാതെ കഴിഞ്ഞ കാലങ്ങൾ UDF കൊണ്ടുവന്ന പദ്ധതികൾ ചിലതിന് പെയിൻ്റ് അടിക്കുക എന്നതിനപ്പുറത്തേക്ക് ഞങ്ങൾ കൊണ്ടുവന്ന പദ്ധതിയാണ് ഇത്, ഞങ്ങൾ തറക്കല്ലിട്ട പദ്ധതിയാണെന്ന് ചൂണ്ടിക്കാണിക്കാൻ ഏതെങ്കിലും ഒരു പദ്ധതി ഉണ്ടോ എന്നാണ് ചോദ്യം. അല്ല, അതിൽ അവർക്ക് കണ്ണിന് കുറച്ച് കുഴപ്പമുണ്ട്. അവർ ജാഥ നടത്തിയിരുന്നു ലീഗിൽ. അവർക്ക് അതെ, ഞാനിത് പറയട്ടെ കാഴ്ച കമ്മി ഉള്ളത് കൊണ്ട് അവർക്ക് അത് കാണാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. ഒന്ന്, ഈ ജംഗ്ഷനിൽ ഇപ്പോൾ ബഹുമാനപ്പെട്ട BJPയുടെ പ്രതിനിധി പറഞ്ഞു, ഈ താനൂർ ജംഗ്ഷനിൽ ഇറങ്ങി നിന്ന് BJPയുടെ പ്രതിനിധി നേരെ കിഴക്കോട്ട് നോക്കിയാൽ മതി. ആ പാത കണ്ടാൽ തന്നെ അറിയാം അത് ആരുടെ കാലത്താണ് വന്നതെന്നുള്ളത്. അതിന് നേരെ അപ്പുറത്ത് റെയിൽവേ സ്റ്റേഷൻ ഉണ്ട്. ആ റെയിൽവേ സ്റ്റേഷൻ പോയി നോക്കിയാൽ അറിയാം. റെയിൽവേ സ്റ്റേഷന്റെ മുഖചിത്രം പരപ്പനങ്ങാടി ഞാൻ പറയട്ടെ, ചെയ്യുന്ന പ്രവർത്തിക്ക് തടസ്സം വെച്ചുകൊണ്ട് ഫ്ലെക്സ് ബോർഡ് വെക്കാൻ ഞങ്ങൾ മറുപടി പറയട്ടെ. റെയിൽവേ സ്റ്റേഷന്റെ വികസനം പറയുമ്പോൾ താനൂർ റെയിൽവേ സ്റ്റേഷന്റെ അപ്പൊ പിന്നെ നിങ്ങൾക്ക് പറയാൻ കഴിയും ഇതൊരു മാന്യത പറയണതിന്, അല്ലാതെ സംസാരിക്കരുത്. ഒരാള് സംസാരിക്കുമ്പോ നിങ്ങൾ ബഹളം കൂട്ടാനാണെങ്കിൽ ബഹളം കൂട്ടാൻ എല്ലാവർക്കും ആളുകൾ ഇവിടെ ഉണ്ടാവും. അപ്പൊ പിന്നെ ചർച്ച നടക്കൂല. ചർച്ച നടക്കാതിരിക്കലാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ അങ്ങനെ ചെയ്യാം. താനൂർ ജംഗ്ഷനിൽ നിന്ന് കിഴക്കോട്ട് നോക്കിയാൽ മതി. അവിടെ മനോഹരമായ ഇപ്പൊ റെയിൽവേ സ്റ്റേഷൻ വന്നിട്ടുണ്ട്.
ഒരു MLA വികസന ഫണ്ടിൽ നിന്ന് 1.5 കോടി ചിലവഴിച്ച് ഏറ്റവും മനോഹരമാക്കിയ ഒരു റെയിൽവേ സ്റ്റേഷൻ ഉണ്ട്. ഇവർ 2016 ഞങ്ങളിവിടെ മത്സരിക്കാൻ വന്നപ്പോൾ ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ രണ്ടത്താണി ഒരു വികസന രേഖ അടിച്ചിറക്കി. ആ വികസന രേഖന്റെ മുഖചിത്രം ഉണ്ട് ഇപ്പോഴും ഞങ്ങളെ കൈവശമുണ്ടത്. ആ വികസന രേഖന്റെ മുഖചിത്രം എന്താ? പരപ്പനങ്ങാടി റെയിൽവേ സ്റ്റേഷന്റെ മുഖചിത്രം വെച്ചാണ് താനൂർ റെയിൽവേ സ്റ്റേഷനാന്ന് പറഞ്ഞ് പ്രചരിപ്പിച്ചത്. ഇപ്പൊ താനൂർ റെയിൽവേ സ്റ്റേഷന്റെ മുഖചിത്രം വെക്കാം, അത്ര മനോഹരമാക്കിയിട്ടുണ്ടത്. കഴിഞ്ഞിട്ടില്ല. അതിന്റെ തൊട്ടപ്പുറത്താണ് താനൂരിലെ രജിസ്റ്റർ ഓഫീസ്. എത്ര വർഷം പഴക്കേണ്ടത്? 60 വർഷം ലീഗ് ഭരിച്ചിട്ട് എന്താ ഇവിടെ കൊണ്ടുവന്നത്? പിന്നെ ബഹുമാനപ്പെട്ട ലീഗിന്റെ പ്രവർത്തകൻ പറഞ്ഞു സ്പോർട്സുമായി ബന്ധപ്പെട്ട് എവിടെയായിരുന്നു 60 വർഷക്കാലം ഈ രാജ്യത്തെ സ്പോർട്സിന്റെ പ്രവർത്തനം എവിടെയായിരുന്നു? പറയാൻ കളിക്കാൻ ഒരു സ്റ്റേഡിയം മുനിസിപ്പാലിറ്റിയിലുണ്ടോ? ഏതാണ്ട് 65 കൊല്ലക്കാലം നിങ്ങൾ ഭരിച്ചിട്ടുള്ള ഈ മുനിസിപ്പാലിറ്റിയിൽ കളിക്കാൻ ഒരു സ്റ്റേഡിയം ഉണ്ടോ? സ്വന്തമായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടോ? അടുത്ത ചോദ്യം. താനൂര് നിലവിലുള്ള വിദ്യാലയങ്ങളിൽ കഴിഞ്ഞ 10 വർഷമായിട്ട് അബ്ദുറഹ്മാൻ ഏതെങ്കിലും ഒരു വിദ്യാഭ്യാസ സ്ഥാപനം താനൂരിൽ കൊണ്ടുവന്നിട്ടുണ്ടോ? അത് കോളേജിന്റെ കാര്യം. കോളേജ് ഈ അബ്ദുറഹ്മാൻ രണ്ടത്താണി പാസ്സാക്കിയിട്ട് പുതിയ ഈ കോളേജ് താനൂരുള്ള കോളേജ് പോലും അബ്ദുറഹ്മാൻ രണ്ടത്താണിന്റെ കാലഘട്ടത്തിലെ കൊടുത്തത്. പുതിയ ഒരു പദ്ധതി പറയട്ടെ. ശരി അടുത്ത ചോദ്യം ഇവിടുന്ന്. ഇല്ല, അടുത്ത നിങ്ങൾക്ക് തരാം. മറുപടി പറയട്ടെ. അല്ല, നിങ്ങൾ ലഹള ഉണ്ടാക്കല എല്ലാരും. എന്തിനാ നിങ്ങൾ വെറുതെ വർത്താനം പറയുന്നത്? ഇത് സമാധാനപരമായിട്ട് നിൽക്ക്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ താനൂർ നിയോജക മണ്ഡലത്തിൽ ഒരു തുടർച്ചയാണ്. എൻ്റെ ബഹുമാനപ്പെട്ട അംഗം പോയിട്ട് കണ്ട് താനൂർ ഗവൺമെന്റ് ദേവദാർ ഹൈസ്കൂളാണ്. ഞങ്ങളെ നാട്ടിലെ ഞാനും ബഹുമാനപ്പെട്ട അംഗം ഉൾപ്പെടെ AP സൈതലവി ഉൾപ്പെടെ പഠിച്ച ഏറ്റവും പ്രധാനപ്പെട്ട വിദ്യാലയമാണ് ഗവൺമെന്റ് ദേവദാർ ഹൈസ്കൂള്. ആ ഗവൺമെന്റ് ദേവദാർ ഹൈസ്കൂളിൽ ഈ നിങ്ങൾ 60 വർഷം നിങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തെ ഞാൻ പറയട്ടെ. നിങ്ങൾ ലേളം ഉണ്ടാക്കുകയാണെങ്കിൽ പിന്നെ ഒന്നും പറയാൻ പറ്റില്ല. ആ വർത്താനൊന്നും പറയണ്ട. ഒരു വാക്കുകൾ പറയില്ല. ഒരു സംശയം നിങ്ങൾക്ക് വേണ്ട. അത് സംസാരിക്കാൻ സമ്മതിക്കും. എനിക്ക് പറയാനുള്ള ഞാൻ പറയട്ടെ. നിങ്ങൾ ചോദിച്ച അതിനാണ് മറുപടി പറയണത്. അങ്ങനെയാണ് ഞങ്ങൾ പറയണത്. ഗവൺമെന്റ് ദേവദാർ ഹൈസ്കൂളിലെ വികസന പ്രവർത്തനം, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി, അത് പിന്നെ പുതിയ വിദ്യാഭ്യാസ സ്ഥാപനം എന്തിനാ താനൂർ കൊണ്ടുവരുന്നത്? ഉള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഏറ്റവും മെച്ചപ്പെട്ട രീതിയിലാക്കണം. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. എങ്ങനെ ഉണ്ടായിരുന്നത് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ? എങ്ങനെ ഉണ്ടായിരുന്നത്? അവിടെ ചുറ്റുമതിലുണ്ടായിരുന്ന ഏതെങ്കിലും ഒരു വികസന പ്രവർത്തനം 60 വർഷക്കാലമായി എന്താ നിങ്ങൾ ചെയ്തത്? ഒന്നും ചെയ്തിട്ടില്ല. ചെയ്യാതെ അവിടെ വന്നിരിക്കുക. 2000 കോടി രൂപ ഏത് വന്നു? ഒന്നും വന്നിട്ടില്ല. ഒരു വസ്തു വന്നിട്ടില്ല. ഒരു വികസനം മുരടിപ്പ് മാത്രമാണ്. കഴിഞ്ഞ 7 പതിറ്റാണ്ട് താനൂർ നഗരസഭയിലെ വികസനം മുരടിപ്പ് മാത്രമാണ് ഇരുകൂട്ടർക്കും പറയാനുള്ളത്. 60 വർഷക്കാലം ഭരിച്ചില്ലേ? എന്താ ചെയ്തത്? ഒന്നും ചെയ്യാതെ മേപ്പെട്ട് നോക്കിയായിരുന്നു. എന്നിട്ട് ഇപ്പോൾ ചൂടാകണ. വെങ്ങളെല്ലാം നശിപ്പിച്ച് ഈ താനൂരെന്ന് പറഞ്ഞ നശിപ്പിച്ച് നാരായണക്കല്ലാക്കി മാറ്റിയ ആളുകളാണ് നിങ്ങൾ. താനൂരെന്ന് പറയാൻ അപമാനമായിരുന്നു. ഇന്ന് താനൂർക്കാരെന്ന് പറഞ്ഞ അഭിമാനപൂർവ്വം നാട്ടിന്റെ മുന്നിൽ പോകാൻ അത്രയും മികച്ച സംവിധാനമാണ്. ചോദ്യം